വെളുത്ത മുടിയൊക്കെ കറുപ്പിക്കാനായിട്ടേ, നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ആരും വിഷമിക്കേണ്ട. അതേ കണ്ടോ, ഇതെടുത്തിട്ടുണ്ടൊക്കെ ഹെന്നപ്പൊടി എടുക്കുക, മൈലാഞ്ചിപ്പൊടി എടുക്കുക, നല്ല പുതിയത് എടുക്കണം കേട്ടോ, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതെടുത്ത് ഒരു സ്പൂൺ നമ്മൾ എടുത്തതിലേക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം കട്ടൻ ചായ തിളപ്പിച്ച് ആറിയ കട്ടൻ ചായ എടുത്ത് ഒഴിച്ച് ഇതിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തല ആദ്യം ഷാമ്പൂ ചെയ്ത് നന്നായി ഉണക്കിയ ശേഷം ഇത് തേച്ച് തലയിൽ പിടിപ്പിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വെറുതെ വാട്ടർ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് ഹെന്നയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വാട്ടർ വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീലയമരിയുടെ ഇല പൊടി കണ്ടോ, ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുക. നീലയമരിയുടെ പൊടി നമുക്ക് ആവശ്യമുള്ളത്ര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത്ര വേണോ അതിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പനിക്കൂർക്ക എന്നൊക്കെ പറയും. ഇതുണ്ടോ, പനിക്കൂർക്ക അല്ലെങ്കിൽ കനിക്കൂർക്ക, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഇല 3, 4, 5 എടുത്ത ശേഷം ഇതിൻ്റെ ഇലയിൽ നിന്ന് നീരെടുത്ത് നമ്മളിതിൽ ഈ ഒരു നീലയമരിയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, നീലയമരിയുടെ പൊടി എടുത്തിട്ടുണ്ട് 1 സ്പൂൺ, അതിലേക്ക് 1 സ്പൂൺ ഇതിൻ്റെ നീര് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ച് എഫക്റ്റ് കൂടുതലാണ്. പിന്നെ ഇതേ കട്ടൻ ചായ എടുത്ത് തിളപ്പിച്ച് തണുത്ത ശേഷം അതും കൂടി മിക്സാക്കിയ ശേഷം നമ്മുടെ തലയിൽ പുരട്ടുക. ശ്രദ്ധിക്കുക, പുരട്ടുന്ന സമയത്ത് എണ്ണ പാടില്ല, തലയിൽ ഡ്രൈ ആയുള്ള ഹെയർ ആയിരിക്കണം. ഇപ്പം നമ്മുടെ തലയിൽ പുരട്ടിയ ശേഷം 2 മണിക്കൂർ വെച്ച ശേഷം നമ്മൾ വാട്ടർ വാഷ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ താളി ഇട്ട് കൊടുത്ത് കഴുകിക്കളഞ്ഞാൽ നിങ്ങളുടെ മുടി 1 മാസത്തോളം കറുത്തിരിക്കും കേട്ടോ. പിന്നെ ഇടയിൽ ഷാമ്പു ഇടാൻ പാടില്ല, താളികൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചെയ്ത് നോക്കൂ, വെളുത്ത മുടിയെല്ലാം കറുത്തിരിക്കും.